everyone, welcome back to my channel. എല്ലാവർക്കും ഹാബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ ദ യെല്ലോ അംബ്രല്ല എന്ന് പറയുന്ന ഒരു പാഠമാണ്. ഓക്കെ, ആ പാഠത്തിലെ ഒരു ആക്ടിവിറ്റിയും അതിനെപ്പറ്റി ആ ഒരു പാഠത്തിനെ പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷനും. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ ദി യെല്ലോ അംബ്രല്ല നമ്മൾ എല്ലാവരും പഠിച്ച ഒരു കഥയാണ്. നിങ്ങളൊക്കെ കുറച്ച് മുമ്പ് തന്നെ പഠിച്ചിട്ടുണ്ടാവും. ദ യെല്ലോ അംബ്രല്ല. ഓക്കെ, അഡാപ്റ്റഡ് കഥ ഒരു ഷോർട്ട് ഫിലിമാണ്. ആ ഷോർട്ട് ഫിലിമിനെയാണ് നമുക്ക് പഠിക്കാനായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത്. ഓക്കെ, എന്താണ് അംബ്രല്ല എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമാണ് ഈ ഒരു ദി യെല്ലോ അംബ്രല്ല എന്ന് ആക്കി നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഡയറക്റ്റഡ് ബൈ ഹെലന ഹിലാരിയോ ആൻഡ് മാരിയോ പീസ്. ഇതാരാണ് ഡയറക്റ്റ് ചെയ്തത്? ഹെലന ഹിലാരിയോയും മാരിയോ പീസും എന്ന് പറയുന്ന രണ്ട് ഫിലിം ആക്ടേഴ്സാണ് ഇത് എന്ത് ചെയ്തത്, ഡയറക്റ്റ് ചെയ്തത്. ദ ഷോർട്ട് ഫിലിം ടെൽസ് ദ സ്റ്റോറി ഓഫ് ജോസഫ്. ജോസഫ് എന്ന് പറയുന്നത് എ ബോയ് ഹു ലിവ്സ് ഇൻ ആൻ ഓർഫനേജ് ആൻഡ് ഡ്രീം ഓഫ് ഓൺ എ യെല്ലോ അംബ്രല്ല. എന്താണ് ഒരു ഈ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഒരു കൊച്ചുകുട്ടി, ജോസഫ് എന്ന് പറയുന്ന ഒരു കൊച്ചു ആൺകുട്ടിയുടെ കഥയാണ്. ഓക്കെ, അതിൽ എന്താണ് ഈ ഒരു ബോയ് ആരാണ്? ഒരു ഓർഫനേജിൽ താമസിക്കുന്ന ഒരു യെല്ലോ അംബ്രല്ല. ഒരു ഓർഫനേജിലാണ് ആൾ താമസിക്കുന്നത്. ആളുടെ സ്വപ്നം എന്താണ്? ഒരു യെല്ലോ അംബ്രല്ല സ്വന്തമാക്കുക എന്നതാണ് ആളുടെ സ്വപ്നം. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് യെല്ലോ അംബ്രല്ല വേണ്ടത്? ഓക്കെ, നമ്മൾ പഠിച്ചു, അതിൽ നമ്മൾ ആദ്യമേ തന്നെ പഠിച്ചു ആ സ്റ്റോറി അവിടെ തുടങ്ങുന്നത് ബിഗിൻ ചെയ്യുന്നത് ഹിലാരിയോക്ക് ഒരു കോള് വരുന്നത്. ആരാണ് ആ വിളിച്ചത്? ഹിലാരിയോയുടെ സിസ്റ്ററാണ് ആ വിളിച്ചത്. ഓക്കെ, ആ സിസ്റ്റർ പറയുന്നുണ്ട്, ഇങ്ങനെ ഞാൻ ഒരു ഓർഫനേജിൽ ക്രിസ്മസ് ടൈമിൽ പോയപ്പോൾ ഇന്ന പോലെ ഒരു കുട്ടി ടോയ്സിനോട് എന്ത് താല്പര്യമില്ലാതെ ഒരു മൂലയിൽ സങ്കടം വന്ന് സാഡായിട്ട് വിഷമത്തോടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ ഹിലാരിയോ സിസ്റ്ററും ജോസഫ് തമ്മിലുള്ള ചെറിയ കോൺവെർസേഷൻ, ഞാൻ ആ കഥ ചുരുക്കിയാണ് പറഞ്ഞിട്ടുള്ളത്. ലോങ് വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇടാം. ഓക്കെ, ഞാൻ നോക്കിക്കോ. ആക്ടിവിറ്റി: റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഹിലാരിയോ സിസ്റ്റർ ആൻഡ് ജോസഫ്. ജോസഫും ഹിലാരിയോയുടെ സിസ്റ്ററും തമ്മിലുള്ള ചെറിയ ഒരു കൺവേഴ്സേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പരീക്ഷയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മാക്സിമം 10 സ്റ്റാൻഡ്സ, 10, അതായത് ഒരാൾ 5 കാര്യങ്ങൾ പറയുന്ന രീതിയിൽ 10 എണ്ണം വെച്ച് എഴുതിയിരിക്കണം. മാക്സിമം 10, അതിൽ കൂടിയാലും കുഴപ്പമില്ല. 5 മാർക്ക് കിട്ടണമെങ്കിൽ അത്ര എഴുതണം. സോ HS എന്ന് എഴുതിയിരിക്കുന്നത് ഹിലാരിയോ സിസ്റ്ററാണ്. HS എന്ന് എഴുതിയിരിക്കുന്നത് ഹിലാരിയോ സിസ്റ്ററാണ്. ഹിലാരിയോ സിസ്റ്റർ ചോദിക്കുകയാണ്, ഹലോ, വാട്ട് ഷുഡ് ഐ കോൾ യു? ഹായ്, എന്താണ് ഞാൻ നിന്നെ വിളിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജോസഫ് പറയും, ഐ ആം ജോസഫ്, എൻ്റെ പേര് ജോസഫ് എന്നാണ്, നിങ്ങൾക്ക് എന്നെ ജോസഫ് എന്ന് വിളിക്കാം. അപ്പോൾ ഹിലാരിയോ സിസ്റ്റർ പറയും, ജോസഫ്, വൈ ആർ യു നോട്ട് പ്ലേയിങ് വിത്ത് അതേഴ്സ്? ഡോണ്ട് യു ലൈക്ക് ടോയ്സ്? നീ എന്താ മറ്റു കുട്ടികളോട് കളിക്കാത്തത്? നിനക്ക് ടോയ്സ് ഒന്നും ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ് ജോസഫ് പറയുന്നത്? ഐ ലൈക്ക് ടോയ്സ് ബട്ട് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. എന്താണ്, പക്ഷേ എനിക്ക് ടോയ്സ് ഒക്കെ ഇഷ്ടമാണ്, പക്ഷേ ഞാനിപ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് പറയുകയാണ്. ഐ ഫീൽ സാഡ് ഓൾവേസ്. എന്താണ്, എനിക്കെപ്പോഴും വിഷമം തന്നെയാണെന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഹിലാരിയോ സിസ്റ്റർ പറയാണ്, ഓ ഐ ആം സോറി, എന്നോട് ക്ഷമിക്കൂ, ഞാൻ എന്നോട് സോറി പറയാണ്, ഇങ്ങനെ എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ എന്നിട്ട് ചോദിച്ചു, വൈ ആർ യു സോ സാഡ്? എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ജോസഫ് അപ്പം പറയും, ഐ ആം ഓൾവേസ് തിങ്കിങ് മൈ ഫാദർ. ഞാൻ ഇപ്പോഴും എൻ്റെ അച്ഛനെ പറ്റി ചിന്തിക്കുകയാണ്. ഐ മിസ് ഹിം. എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് പറയാണ്. ഹി ലെഫ്റ്റ് മീ ഇൻ ദിസ് ഓർഫനേജ്. അദ്ദേഹം എന്നെ ഇവിടെ എന്ത് ചെയ്തു, ആക്കിയിട്ട് പോയതാണ്. എന്നെ
റെയിനി ഡേ, ഒരു മഴ സമയത്ത്, ഒരു മഴയുള്ള ദിവസം എന്നെ അദ്ദേഹം ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയതാണ്. ഹി ലെഫ്റ്റ് മീ ഇൻ ദിസ് ഓർഫനേജ് ഇൻ റെയിനി ഡേ. ഓക്കെ, അത് എന്നെ ഒരു മഴയുള്ള ദിവസം ഇവിടെ ആക്കിയിട്ട് പോയാണെന്ന് പറഞ്ഞു. ഒരു സങ്കടത്തോടെ പറഞ്ഞു. നമ്മളാണെങ്കിലും നമ്മളെ അച്ഛന്മാരിങ്ങനെ ഓർഫനേജിൽ കൊണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വിഷമം വരത്തില്ല. അത് തന്നെയാണ് ഇവിടെ ഉള്ള സിറ്റുവേഷൻ. ഇനി ഹിലാരിയസ് സിസ്റ്റർ അപ്പോൾ പറയും, ഡു യു വാണ്ട് എനി സ്പെഷ്യൽ ഗിഫ്റ്റ്? നിനക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഗിഫ്റ്റ് വേണോ എന്ന് ചോദിക്കുകയാണ്. എന്തെങ്കിലും പ്രത്യേകതയുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് വേണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജോസഫ് പറയും, യെസ് ഐ റിയലി ലൈക്ക് എ യെല്ലോ അംബ്രല്ല. അതെ, എനിക്ക് വേണം, എനിക്ക് ഒരു യെല്ലോ അംബ്രല്ല വേണമെന്ന് പറഞ്ഞു. ഈ യെല്ലോ അംബ്രല്ല എന്ന് പറയുന്ന ആ ഒരു ഇത് നോട്ട് ചെയ്ത് വെച്ചോളാം. ഓക്കെ, യെല്ലോ അംബ്രല്ല, ഇറ്റ് റിമൈൻഡ്സ് മീ ഓഫ് മൈ ഫാദർ. എന്താണ് അത് എൻ്റെ അച്ഛനെ എന്നെ ഓർമ്മിപ്പിക്കും എന്ന് പറയാം. അപ്പോൾ ഹിലാരിയോ സിസ്റ്റർ പറയും, വൈ യെല്ലോ അംബ്രല്ല? എന്തുകൊണ്ട് യെല്ലോ അംബ്രല്ല? ഡോണ്ട് യു ഇൻട്രസ്റ്റഡ് ഇൻ അതർ കളേഴ്സ്? നിനക്ക് വേറെ കളേഴ്സ് ഒന്നും ഇഷ്ടമല്ലേ? വേറെ നിറങ്ങളൊന്നും നിനക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം ജോസഫ് പറയാണ്, നോ ഐ ഡോണ്ട് വാണ്ട് എനി അതർ കളർ, ഐ ജസ്റ്റ് വാണ്ട് എ യെല്ലോ കളേർഡ് അംബ്രല്ല. വേണ്ട, ഇല്ല, എനിക്ക് വേറെ ഒരു കളറും വേണ്ട, എനിക്കൊരു യെല്ലോ കളർ അംബ്രല്ല മാത്രം മതി എന്ന് പറയാണ്. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസ്, ഇറ്റ് വാസ് ദ ലാസ്റ്റ് തിങ് ഇൻ മൈ മെമ്മറി അബൌട്ട് മൈ ഫാദർ. അതായിരുന്നു എൻ്റെ അവസാനത്തെ, എൻ്റെ അച്ഛനെ പറ്റിയുള്ള എൻ്റെ അവസാനത്തെ മെമ്മറി അതായിരുന്നു എന്ന് പറയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നോക്കിക്കോ. മൈ ഫാദർ വാക്കിംഗ് എവേ ഫ്രം മീ വിത്ത് എ യെല്ലോ അംബ്രല്ല. എൻ്റെ അച്ഛൻ എന്നെ ഇവിടെ ആക്കിയിട്ട് ഒരു മഞ്ഞ കുടയും പിടിച്ച് തിരികെ പോകുന്നതാണ് എൻ്റെ അവസാനത്തെ എൻ്റെ അച്ഛൻ്റെ മെമ്മറി എന്ന് പറയാണ്. ഓക്കെ, വളരെ സങ്കടത്തോടെ പറയാണ്. അപ്പോൾ ഹിലാരിയോ സിസ്റ്റർ പറയും, താങ്ക് യു ഫോർ ഷെയറിങ്. എന്നോട് ഇത്രയും കാര്യങ്ങൾ നീ പറഞ്ഞതിന് നന്ദി, എന്നോട് ഇത്രയും ഷെയറിങ് ചെയ്തതിന് നന്ദി എന്ന് പറയാണ്. അപ്പോൾ ഐ വിൽ ഡു മൈ ബെസ്റ്റ് ടു ഫൈൻഡ് യു എ യെല്ലോ അംബ്രല്ല. ഞാൻ കഴിവതും നോക്കാം, എന്നെക്കൊണ്ട് കഴിയുന്നത്രയോളം നോക്കാം നിനക്ക് ഒരു യെല്ലോ അംബ്രല്ല തരാനായിട്ട് എന്ന് പറയാണ്. ഗോഡ് ബ്ലെസ് യു ടു ജോയിൻ വിത്ത് യുവർ ഫാമിലി സൂൺ. ഫാമിലി സൂൺ. ദൈവം നിന്നെ അനുഗ്രഹിച്ച് നിനക്ക് ഇത്രയും വേഗം നിൻ്റെ നിൻ്റെ കുടുംബത്തിനോട് ഒത്തുചേരാൻ സാധിക്കുമെന്ന് പറയാണ്. എന്നിട്ട് ബൈ പറയുന്നുണ്ട്, ബൈ എന്ന് പറയും. അപ്പോൾ ജോസഫ് പറയും, താങ്ക് യു ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. എന്താണ് നിങ്ങളുടെ കൈൻഡ് വേർഡ്സ്, ദയനീയമായ വാക്കുകൾക്ക് നന്ദി എന്ന് പറയാണ്. അപ്പം പറയും, നൗ ഐ ഫീൽ ഹാപ്പി. ബൈ. എന്താണ് ഇപ്പോൾ ഞാൻ കുറച്ച് ഹാപ്പി ആവുന്നുണ്ട്, ഇപ്പോൾ ഞാൻ കുറച്ച് സന്തോഷിച്ചു. ആൻഡ് ബൈ എന്ന് പറയാണ്. എന്നാൽ ശരി എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ കഴിഞ്ഞ വീഡിയോസിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.